ഉച്ച സമയമാണ്. ഞാൻ കടയിലോട്ട് പോകുമ്പോൾ തേങ്ങ മേടിക്കാൻ. തേങ്ങയ്ക്കാണെങ്കിൽ തീ വില, ഭയങ്കര വില. അന്നേരം വിചാരിച്ചത് ഒരു തേങ്ങ മേടിക്കാൻ. തേങ്ങയ്ക്ക് 40 രൂപ പറയുന്നത്. അറിഞ്ഞൂടെ എത്രയാന്ന്. ഭയ്യ നാരിയൽ കിത്നേക്കാ? എന്താ കടയിൽ തേങ്ങ മേടിക്കാൻ വന്നു. അന്നേരം തേങ്ങയ്ക്ക് 40 രൂപ എന്നാ പറയുന്നേ. അന്നേരം കുറേ തേങ്ങ വേണ്ടേ. ഇങ്ങനെ ചേരാം. ചെറിയ ചെറിയ വെട്ട് ഉണ്ട്, ഇങ്ങനെ കീറൽ വന്നിട്ടുണ്ട്. मेरे छोटे छोटे बहुत आज ला അങ്ങനെ ഈ തേങ്ങ ആരും വാങ്ങിക്കത്തില്ല. ഇവിടെ ആൾക്കാരൊക്കെ പൂജയൊക്കെ മേടിക്കും. നമ്മളെന്നെങ്കിൽ കൂട്ടാൻ വയ്ക്കാനാണല്ലോ നമ്മൾ തേങ്ങ മേടിക്കാൻ വന്നേത്. അന്നേരം ഓരോ തേങ്ങയ്ക്ക് എന്താ വില വേണമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ എത്ര രൂപ കൊടുക്കണം. നീ അച്ഛാ വയ്യ അച്ഛട്ട് കുടിക്കാം. അങ്ങനെ ഈ തേങ്ങ എടുക്കാൻ വന്നത് ഞാൻ കണ്ടോ. ഇനി എത്ര രൂപ കൊടുക്കണോ? അവൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊരു നമുക്കെടുത്ത് ഞാനിത് കൊണ്ടുപോയിട്ട് ഈ തേങ്ങ ഒരു 15 തേങ്ങയുണ്ട്. അങ്ങനെ ഇതിപ്പം നമ്മളെങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. ഇത് ഞാൻ എല്ലാം കൂടി കവറിനകത്തിട്ട് 4, 5, 6, 7, 8 ഇതെല്ലാം ചെറുതാണ്ട, ചെറുതാ. 9, ഒരു 10 തേങ്ങ കുഴപ്പമില്ല. എന്താ 11, 11, 4, 15 തേങ്ങയുണ്ട്. ഇതിനി നമുക്ക് എന്താ അടുത്ത പരിപാടിന്ന് നോക്കാം. ഇങ്ങനെ തേങ്ങ ഓരോ തേങ്ങ 20 രൂപ വെച്ച് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഒരു 7 തേങ്ങ കിട്ടിയായിരുന്നു. കണ്ടോ, അത് ഞാൻ കൊണ്ടുവന്ന് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യമുള്ളപ്പം ഒരു 5 മിനിറ്റ് മുമ്പെടുത്ത് വെളിയിൽ വെച്ചിരുന്ന പിന്നെ നമുക്കത് യൂസ് ചെയ്യാം. കണ്ടോ, അതുകൊണ്ട് ഈ തേങ്ങ ഞാൻ കൊണ്ടുവന്ന് തേങ്ങ ഇനിയിപ്പോൾ എല്ലാം കൂടെ എടുത്ത് കണ്ടേ, എല്ലാ തേങ്ങയും കൂടെ ഒരു തേങ്ങയ്ക്ക് ഞാൻ 20 രൂപ വെച്ച് കൊടുത്തു. കുഴപ്പമില്ല. കണ്ടോ, മുട്ടൻ തേങ്ങയാണ്. ഉണ്ട്, എല്ലാ തേങ്ങയ്ക്ക് ഞാൻ 20 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 300 രൂപ കൊടുത്തു. 16 തേങ്ങ ഉണ്ടായിരുന്നു, 300 രൂപ കൊടുത്തു. ഞാനങ്ങ് സ്റ്റോർ ചെയ്യും. ഞാനങ്ങ് ഫ്രീസറിൽ എടുത്തങ്ങ് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് ഉണ്ടോ നമുക്കെടുത്ത് ഇതങ്ങ് തേങ്ങയ്ക്ക് ആവശ്യമുണ്ടല്ലോ എടുത്തിങ്ങനെ അങ്ങ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. വേണമെങ്കിൽ നമുക്കത് പൊട്ടിച്ച് കുറച്ച് വെയിലത്ത് വെച്ചിട്ട് അത് കൊപ്രയാക്കി യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പച്ചക്കെടുക്കാനാ ഉണ്ടോ, ഇത്രയേ ഉള്ളത് പൊട്ട. നല്ല തേങ്ങയാണ്. പക്ഷേ എല്ലാ തേങ്ങ എടുത്ത് ഇങ്ങനെ അങ്ങ് സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പം തേങ്ങ എടുത്ത്, തേങ്ങയ്ക്ക് ഒരു പഞ്ഞും ഇല്ല. എന്താ ഇങ്ങനെ നമുക്ക് തേങ്ങ ലാഭത്തിൽ കിട്ടപ്പം നമുക്കിതിങ്ങനെ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷെ ഫ്രീസറിൽ വേറെ ഒന്നും വെക്കാൻ പറ്റത്തില്ല, തേങ്ങ മാത്രം സ്റ്റോർ ചെയ്യാം. തേങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലേ. ലാഭത്തിൽ കിട്ടുമ്പം ഇങ്ങനെ മേടിച്ചങ്ങ് സ്റ്റോർ ചെയ്യണം. ഇപ്പം ഫ്രിഡ്ജിനകത്ത് 15, 16, 5, 21
തേങ്ങ ഇരിപ്പുണ്ട്. അല്ല, നല്ല ഐഡിയ അല്ലേ? ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.